ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നുഖ്ബത്തുൽ ഫിക്ർ സബഖ് 48. വ ഇനിഷ്തറക ഇസ്നാനി അൻ ശൈഖിൻ. ഇനി റിവായത്തിൽ രണ്ട് വ്യക്തികൾ ശരീക്കന്മാരായി ആരെ തൊട്ട് റിവായത്ത് ചെയ്യാൻ? ശൈഖിൻ, ഒരു ഷെയ്ഖിനെ തൊട്ട് റിവായത്ത് ചെയ്യുന്നതിൽ രണ്ടുപേര് പങ്കായി. വ തഖദ്ദമ മൗതു അഹദിഹിമ, ആ രണ്ടിൽ ഒരാളുടെ മരണം മുൻകടന്നു. അലൽ ആഖരി, മറ്റേ ആളെക്കാൾ മുൻകടക്കുകയും ചെയ്താൽ ഫഹുവ, അപ്പോൾ അത്, അല്ലെങ്കിൽ ആ റാവി, അസ്സാബിഖു വല്ലാഹിഖു, പിന്നെ മുൻകടന്ന ആള് മറ്റാളിലേക്ക് എത്തിബാർ ചെയ്യുമ്പോൾ അയാളെ സാബിഖ് എന്നും പറയും, മറ്റേ ആൾക്ക് ലാഹിഖ് എന്നും പറയും. അങ്ങനെയാണ്. വ അക്സറു മാ വഖഫ്ന അലൈഹി. സാബിഖ് ലാഹിഖ് എന്ന് പറഞ്ഞാൽ ഒരു റാവിയെ തൊട്ട് റിവായത്ത് ചെയ്യുന്നതിൽ രണ്ടാളുകൾ പങ്കായി. എന്നിട്ട് ആ രണ്ടുപേരുടെയും വഫാത്തിൻ്റെ ഇടയിൽ എന്തുണ്ടാവും? ഒരു നീണ്ട ഫത്രത്ത്, നീണ്ട കാലം ഉണ്ടാവും. അതാണ് രണ്ടിലൊരാൾ മരണപ്പെട്ടു, മറ്റേ ആൾ ഹയാത്തിലുണ്ട്. അപ്പോൾ ഈ രണ്ടുപേരുടെയും വഫാത്തിൻ്റെ ഇടയിൽ ഒരു നീണ്ട കാലഘട്ടം. അതിൽ പരിശോധിച്ചപ്പോൾ വ അക്സറു മാ വഖഫ്ന അലൈഹി, അക്സറു മാ, ഒന്നിലേറ്റവും അധികരിച്ചത്. എങ്ങനത്തെ ഒന്ന്? വഖഫ്ന അലൈഹി, ആ ഒന്നിൽ നാം ചെന്നെത്തി നിന്നു, ആ ഒന്നിന്മേൽ. അതെന്തിനാൽ? മീൻ ദാലിക, ആ പിന്നെ രണ്ടിൻ്റെ ഇടയിലുള്ള ബോധിനാൽ. അത് മാ ബൈന റാവിയൈനി, രണ്ട് റാവിയുടെ ഇടയിലുള്ള ഒന്നാണ്. ഫീഹി, ആ വിഷയത്തിൽ. ഫിൽ വഫാത്തി, വഫാത്തിൽ. ഇവിടെ ഈ ബൈനർ റാവിയൈനി ഫീഹി ഫിൽ വഫാത്തി എന്നുള്ള ആ ഇബാറത്തിൽ അത് കളയലായിരുന്നു നന്നായിരുന്നത് എന്ന്. എന്നിട്ട് മിഅത്തുൻ വ ഖംസൂന സന എന്നത് ഇങ്ങനെ അക്സറു എന്നതിൻ്റെ ഖബറാക്കി പറയലാണ് നല്ലത് എന്ന് അത് ഷാരിഹ് അതിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അക്സറു മാ വഖഫ്ന അലൈഹി, ഐ അക്സറു തബാഉദിൻ വഖഫ്ന അലൈഹി മിൻ ദാലിക. മിൻ ദാലിക എന്ന് പറഞ്ഞാൽ ഐ മിൻ തഖദ്ദുമി മൗതി അഹദിഹിമ അലൽ ആഖരി എന്നാണ്. ഹുവ തബാഉദുൻ വാഖിഉൻ ബൈനർ റാവിയൈനി ഖായിനും ഫി സമാനി മിൻ ജിഹത്തിൽ വഫാത്തി. ഹുവ മിഅത്തുൻ വ ഖംസൂന സന, 150 കൊല്ലമാണ്. അവിടെ എന്നിട്ട് വലൗ തറക ഖൗലഹു മാ ബൈന റാവിയൈനി ഫീഹി ഫിൽ വഫാത്തി വജഅല മിഅത്തുൻ ഖബറ അക്സറു ലകാന അഹ്സന എന്ന് കഥാഖീൽ. അപ്പോൾ അവിടെ ഈ പിന്നെ മാബൈന റാവിയൈനി ഫീഹി വഫാത്തി എന്നുള്ളതിനെ കളഞ്ഞിട്ട് പിന്നെ അക്സറു മാ വഖഫ്ന അലൈഹി മിൻ ദാലിക മിഅത്തുൻ വ ഖംസൂന സന എന്ന് പറയലായിരുന്നു നല്ലത് എന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ രണ്ട് റാവിയുടെ ഇടയിൽ, അപ്പോൾ രണ്ടിലൊരാളുടെ മരണം മുൻകടന്നാൽ
പിന്നെ മറ്റേ റാവിയുടെയും ഇടയിലുള്ള കാലഘട്ടം പരിശോധിച്ചപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ 150 കൊല്ലം എന്നതാണ്. ഫദാലിക, ഇനി അതിൻ്റെ ഒരു ബയാൻ വിശദീകരണം പറയാണ്. ഫദാലിക അന്നൽ ഹാഫിള സിലഫി ഇനബു ഹസനിൽ സിലഫ് ഹാഫിള് സുലഫി എന്നവർ സമിഅ മിൻഹു, ആ ഹാഫിള് സുലഫി എന്നവരിൽ നിന്ന് കേട്ടു. ആര്? അബു അലിയിൽ ബർദാനി, അബു അലിയിൽ ബർദാനി എന്നവർ കേട്ടു, പിന്നെ ഹദീസ് കേട്ടു. അബു അലിയിൽ ബർദാനി എന്നവർ അഹദു മശായിഖിഹി, ആ സിലഫി എന്നവരുടെ മശായിഖന്മാരിൽ പെട്ട ഒരാളാണ്. അപ്പോൾ മശായിഖന്മാരിൽപ്പെട്ട ആളാണെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇതിപ്പോൾ ഏത് ഇനത്തിൽപ്പെട്ട്? അസാഗിറിൽ നിന്ന് അക്കാബിർ റിവായത്ത് ചെയ്യുന്ന, ചെറിയവരിൽ നിന്ന് വലിയവർ റിവായത്ത് ചെയ്യുന്ന വകുപ്പിൽപ്പെട്ട്. അപ്പം ശിഷ്യനിൽ നിന്ന് ഉസ്താദ് റിവായത്ത് ചെയ്യുക, അതാണ്. അപ്പോൾ അബു അലിയിൽ ബർദാനി എന്നവർ ഈ സിലഫി ആബുൽ സുലഫി എന്നവരുടെ ഷെയ്ഖാണ്. അപ്പോൾ ഷെയ്ഖന്മാരിൽ ഒരാളാണ്. അപ്പോൾ ആ ഷെയ്ഖ് എന്ത് ചെയ്തു? ഈ ശിഷ്യനെ തൊട്ട് റിവായത്ത് ചെയ്തു. ശിഷ്യനിൽ നിന്ന് കേട്ടു. എന്തിനെ കേട്ടു? ഹദീസൻ, ഒരു ഹദീസിനെ കേട്ടു. വറവാഹു അൻഹു, എന്നിട്ട് ആ ഹദീസിനെ ഈ ബർദാനി അബു അലിയിൽ ബർദാനി എന്നവർ റിവായത്ത് ചെയ്തു. അൻഹു, ആരെ തൊട്ട്? ഈ സലഫി എന്നവരെ തൊട്ട് റിവായത്ത് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് മാത്ത, ഈ അബു അലിയിൽ ബർദാനി എന്ന ഷെയ്ഖ് എന്ത് ചെയ്തു? മരണപ്പെട്ടു. അല റഅസി 500, ഹിജ്റ 500, റഅസി 500, അതന്നെ 500ന്റെ റഅസിൽ, അതായത് ഹിജ്റ 500ന്റെ അവസാനത്തിൽ. സുമ്മ കാന ആഖിറ അസ്ഹാബി സിലഫി, പിന്നെ ഈ സിലഫി എന്നവരുടെ, ഹാഫിള് സിലഫി എന്നവരുടെ അസ്ഹാബിൽ ശിഷ്യന്മാരിൽ അവസാനത്തെ ആളായിരുന്നു ആര്? സിബ്തുഹു അബുൽ ഖാസിം അബ്ദുറഹ്മാൻ ബിൻ മക്കി, അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടി ആയ അബുൽ ഖാസിം അബ്ദുറഹ്മാൻ ബിൻ മക്കി എന്നവരായിരുന്നു അവസാനത്തെ ശിഷ്യന്മാരിലെ അവസാനത്തെ ആൾ അസ്ഹാബിൽ. വകാന വഫാത്തുഹു, ഈ സിബ്ത്തിന്റെ വഫാത്ത് ആയി സനത്ത 50 വ 600, എത്ര? ഹിജ്റ 650. അപ്പോൾ നേരത്തെ 500ലാണ് അബു അലിയിൽ ബർദാനി എന്നവർ വഫാത്തായത്. അതിനുശേഷം ഈ അബുൽ ഖാസിം അബ്ദുറഹ്മാൻ എന്നവർ വഫാത്തായത് പിന്നെ 650ലാണ്. അപ്പോൾ ഈ 500ന്റെ 650ന്റെ ഇടയിൽ 150 കൊല്ലത്തെ ഡിഫറൻസ് പിന്നെ ഉണ്ട്, അത്രയും ബോധുണ്ട്. അപ്പോൾ ഹാഫിള് സിലഫി എന്ന ആളിൽ നിന്ന് ആരൊക്കെ റിവായത്ത് ചെയ്തു? ഈ അദ്ദേഹത്തിൻ്റെ ഷെയ്ഖാകുന്ന അബു അലിയിൽ ബർദാനി എന്നവരും ഹാഫിള് സിലഫിയുടെ ശിഷ്യന്മാരിൽ അവസാനത്തെ ആളാകുന്ന പേരക്കുട്ടിയാകുന്ന അബുൽ ഖാസിം അബ്ദുറഹ്മാൻ എന്നവർ, ഇവർ രണ്ടുപേരും റിവായത്ത് ചെയ്തു. ഈ റിവായത്തിൽ രണ്ടുപേരും ഇസ്തിറാഖായി. എന്നിട്ട് രണ്ടിലൊരാളുടെ മൗത്ത് മുൻകടന്നു, അതായത് അബു അലിയിൽ ബർദാനി എന്നവരുടെ മൗത്ത് മുൻകടന്നു. അപ്പോൾ ഇവിടെ ഇതിന് പിന്നെ സാബിഖ് ലാഹിഖ് എന്നാണ് ഈ ഇനത്തിന് പറയുക. ഇനി വമിൻ ഖദീമി ദാലിക, ഇതിന് പിന്നെ ഇതിൻ്റെ ഖദീമായൊരു ഉദാഹരണം, ഇത് പിന്നെ കുറച്ചുകൂടെ മുതാഖിറാണ് ഈ പറഞ്ഞ ഇനം. ഈ പിന്നെ ഹാഫിള് സുലഫി എന്നവർ പിന്നെ ബുഖാരി ഇമാമിനേക്കാൾ മുതാഖിറായ പണ്ഡിതനാണ്. എന്നാൽ ഇങ്ങനത്തെ രൂപം വന്ന പിന്നെ ഇതിനേക്കാൾ ഖദീമായ രൂപം അതിൽപ്പെട്ടതാണ് അന്നൽ ബുഖാരിയ, ഇമാം ബുഖാരി റഹ്മഹുല്ല ഹദ്ദസ
പിന്നെ ഹദീസ് റിപ്പോർട്ട് ചെയ്തു അൻ തിൽമീദിഹി അബുൽ അബ്ബാസ് സിറാജ്. അബുൽ അബ്ബാസ് സിറാജ് എന്ന ബുഖാരി ഇമാമിന്റെ ശിഷ്യനെ തൊട്ട് എന്ത് ചെയ്തു, പിന്നെ ഹദീസ് പറഞ്ഞു. അഷിയ, പിന്നെ കുറെ കാര്യങ്ങൾ അത് പിന്നെ റിപ്പോർട്ട് ചെയ്തു. എവിടെ? ഫി താരീഖി, ബുഖാരി ഇമാമിന്റെ താരീഖിൽ, വഗൈരിഹി, താരീഖ് അല്ലാത്ത ഗ്രന്ഥങ്ങളിലും പിന്നെ തന്റെ ശിഷ്യനാകുന്ന അബുൽ അബ്ബാസ് സിറാജ് എന്നിവരെ തൊട്ട് ഹദീസുകൾ പറഞ്ഞിട്ടുണ്ട് ബുഖാരി ഇമാം. വമാത്ത, എന്നിട്ട് ബുഖാരി ഇമാം എന്ത് ചെയ്തു? വഫാത്തായി സനത്ത സിത്തിൻ വ ഖംസീന വ മിഅത്തൈൻ, 256 ബുഖാരി ഇമാം വഫാത്തായി. വ ആഖിറു മൻ ഹദ്ദസ അനി സിറാജി, ഈ അബുൽ അബ്ബാസ് സിറാജ് എന്ന ബുഖാരി ഇമാമിന്റെ ശിഷ്യനാകുന്ന ആ ഇമാമിനെ തൊട്ട് പിന്നെ ഹദീസ് റിപ്പോർട്ട് ചെയ്തവരിൽ അവസാനത്തെ ആൾ, എന്തുകൊണ്ട്? സമാ കൊണ്ട് പിന്നെ ഹദീസ് പറഞ്ഞവരിൽ അവസാനത്തെ ആള് അബുൽ ഹുസൈൻ അൽ ഖഫാഫ്, അബുൽ ഹുസൈൻ ഖഫാഫ് എന്നവരാണ് അവസാനത്തെ ആള്. വമാത്ത, ആ അബുൽ ഹുസൈൻ ഖഫാഫ് എന്നവര് വഫാത്തായത് സനത്ത 93 വ 300, 393 393. ബുഖാരി ഇമാമ് 256. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ എത്ര? ഏകദേശം 137 കൊല്ലത്തെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതാണ് മറ്റൊരു ഉദാഹരണം. അപ്പോൾ ഇവിടെ പിന്നെ അബുൽ അബ്ബാസ് സിറാജ് എന്നവരെ തൊട്ട് ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്തു. അതുപോലെ തന്നെ അബുൽ ഹുസൈൻ ഖഫാഫ് എന്നവരും റിവായത്ത് ചെയ്തു. എന്നിട്ട് ബുഖാരി ഇമാമിന്റെ മൗത്ത് സാബിഖായി അബുൽ ഹുസൈൻ ഖഫാഫ് എന്നവരുടെ പിന്നെ മൗത്ത് പിന്തി. അപ്പോൾ ഈ രണ്ടുപേരുടെയും മൗത്തിന്റെ ഇടയിൽ എന്തുണ്ട്? പിന്നെ 137 കൊല്ലം. നേരത്തെ പറഞ്ഞതിൽ 150, അതാണ് ഏറ്റവും അക്സർ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ ഇതാണ് ഈ സാബിഖ് ലാഹിഖ് എന്ന് പറയുന്നത്. പിന്നെ ഇത് ഇങ്ങനെ സംഭവിക്കുന്നതിൽ പിന്നെ ഓലിബ് മാ യഖഉ മിൻ ദാലിക, ഇങ്ങനെ സംഭവിക്കുന്ന ഒന്നിന്റെ ഓലിബ് സാധാരണ അന്നൽ മസ്മൂഅ മിൻഹു, അതായത് ആരിൽ നിന്നാണോ കേട്ടത്, അതായത് മസ്മൂഅ മിൻഹു ഷെയ്ഖ്, ആ ഷെയ്ഖ് ഖദി യതഅഖറു, ആ പിന്നെ ഖദി യതഅഖറു ബഅദ മൗതി അഹദി റാവിയൈനി അൻഹു, ആ മസ്മൂഅ മിൻഹുവിനെ തൊട്ട് പിന്നെ റിവായത്ത് ചെയ്ത 2 റാവിമാരിൽ നിന്ന് ഒരാളുടെ മൗത്തിന് ശേഷം പിന്തും അല്ല, ഈ ഷെയ്ഖ് ഈ മസ്മൂഅ മിൻഹു താഖിറാകും പിന്നെ സമാനൻ കുറെ കാലം. എത്രത്തോളം? ഹത്താ യസ്മഅ മിൻഹു, എന്നിട്ട് ആ ഷെയ്ഖിൽ നിന്ന് എന്ത് ചെയ്യും? കേൾക്കും. ബഅദുൽ അഹ്ദാസി, പ്രായം കുറഞ്ഞ ആളുകളിൽ നിന്ന് ചിലര് എന്ത് ചെയ്യും? ഹദീസ് കേൾക്കും. എന്നിട്ട് വയഈഷു, ആ പ്രായം കുറഞ്ഞ ആള് ജീവിക്കും. ബഅദ സമാഇ മിൻഹു, ഈ ഷെയ്ഖിൽ നിന്ന് കേട്ടതിന് ശേഷം ദഹ്റൻ തവീലൻ, ദീർഘമായ കാലം ജീവിക്കും. അപ്പോൾ ഫയഹ്സുലു മിൻ മജ്മൂഇ ദാലിക നഹു ഹാദിഹിൽ മുദ്ദ, അപ്പോൾ ഈ പറഞ്ഞ മജ്മൂഇൽ നിന്ന്, ആ കാലം ദീർഘമായ കാലത്തിന്റെ മജ്മൂഇൽ നിന്ന് ഹാസിലാകും ഈ പറഞ്ഞ 150 മുതൽ 137 പോലെയുള്ള ഈ പിന്നെ മുദ്ദത്ത്, ഈ കാലയളവ് ഹാസിലാകും. എങ്ങനെയാണ് ഖാലിബിൽ പിന്നെ ഇത് സംഭവിക്കൽ? അപ്പം മേൽ പറഞ്ഞ നമ്മൾ ആ ഉദാഹരണത്തിൽ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാവും. വല്ലാഹുൽ മുവഫ്ഫിഖ്, അല്ലാഹു ആണ് തൗഫീഖിനെ പടച്ചു തരുന്നവൻ. ഇനി വഇൻ റവർ റാവി അൻ ഇസ്നൈനി, ഇനി 2 ആളുകളെ തൊട്ട് പിന്നെ ഒരു റാവി റിവായത്ത് ചെയ്തു. എങ്ങനത്തെ 2 ആളുകളാണ്? മുത്തഫഖിൽ ഇസ്മി, ഇസ്മു
ഒത്തതായ രണ്ടുപേരുടെയും പേര് ഒരേപോലത്തെയാണ്. അങ്ങനത്തെ രണ്ടുപേരെ തൊട്ട് റിവായത്ത് ചെയ്തു. ഔമാ ഇസ്മിൽ അബി, അല്ലെങ്കിൽ പേര് ഒത്ത് അതുപോലെ അതോടൊപ്പം തന്നെ വാപ്പമാരുടെ പേരോടൊപ്പം ഐമാ ഇസ്മിൽ അബി, വാപ്പയുടെ പേരോടൊപ്പം. ഔമാ ഇസ്മിൽ ജദ്ദി, അല്ലെങ്കിൽ ജദ്ദിന്റെ ഇസ്മോടോടുകൂടെ ഇത്തിഫാഖായ നിലയിൽ. ഔ മാ നിസ്ബത്തി, അല്ലെങ്കിൽ നസബ ഒന്നായി. അങ്ങനെ വലം യതമയ്യസ, എന്നാലോ അവർ തമ്മിൽ വേർതിരിച്ചിട്ടില്ല. ബിമാ യഖുസു കുല്ലം മിൻഹുമ, രണ്ടിൽ നിന്ന് ഓരോരുത്തരെയും ഖാസാക്കുന്ന ഒന്നുകൊണ്ട് എന്തായിട്ടില്ല, വേർതിരിച്ചിട്ടുമില്ല. അങ്ങനെ എന്ത് ചെയ്തു, റിവായത്ത് ചെയ്തു. അപ്പോൾ ഫൈൻകാന, അങ്ങനെ ഈ റാവി റിവായത്ത് ചെയ്യുന്ന ആളുകൾ രണ്ടുപേരുമായാൽ, സിഖത്തൈനി, രണ്ടുപേരും സിഖത്തായ ഒരേ പേരുള്ള ആ രണ്ട് റാവികളും എന്താണ്, സിഖത്തായ ആളുകളാണെങ്കിൽ ലം യളുറ, അപ്പോൾ അവിടെ ഹദീസിന്റെ സിഹത്താണെന്നതിൽ വിഷയത്തിൽ അവിടെ ബുദ്ധിമുട്ടില്ല. വമിൻ ദാലിക, അങ്ങനെ ഈ ഇസ്മു ഇത്തിഫാഖ് ആയതിൽ പെട്ടതാണ് മാ വഖഫിൽ ബുഖാരി, ബുഖാരി ഇമാമിന് സംഭവിച്ച ഒന്ന്. ഫി റിവായത്തിഹി, ഇമാം ബുഖാരിയുടെ റിവായത്തിൽ ആരെ തൊട്ട് റിവായത്ത് ചെയ്തു? അൻ അഹ്മദ, അഹ്മദ് എന്നവരെ തൊട്ട്. ഗൈരി മൻസൂബിൻ, എന്ത് ചെയ്തിട്ടില്ല, നിസ്ബ ചെയ്തിട്ടില്ല. ഏത് അഹമ്മദാണ് എന്ന് നിസ്ബ ചെയ്ത് പറയാതെ അഹമ്മദ് എന്നവരെ തൊട്ട് റിവായത്ത് ചെയ്തു. അൻ അഹമ്മദ ഗൈരി മൻസൂബ് എന്ന് പറഞ്ഞാൽ ലം യദ്കുറു മാഹു മാ യുമയ്യിസു ബിഹി, ഏത് അഹമ്മദാണെന്ന് തയ്യീനാക്കുന്ന തമീസാക്കുന്നത് പറയാതെ അൻ അഹമ്മദ അൻ ഇബ്നി വഹബിൻ, ഇബ്നു വഹബ് എന്നവരെ തൊട്ട് അഹമ്മദ് എന്നവരെ തൊട്ട് ഇമാം ബുഖാരി ഇങ്ങനെ റിവായത്ത് ചെയ്തു. ഫഇന്നഹു, അപ്പോൾ ഈ അഹമ്മദ് എന്നവർ ഇമ്മ അഹമ്മദ് ബിൻ സാലിഹ്, ഒന്നെങ്കിൽ അഹമ്മദ് ബിൻ സാലിഹ് എന്നവരാണ്, ഔ അഹമ്മദ് ബിൻ ഈസ, അല്ലെങ്കിൽ അഹമ്മദ് ബിൻ ഈസ എന്നവരാണ്. ഇപ്പൊ രണ്ടുപേരുടെയും പേര് ഒരേപോലത്തെ പേരാണ്. ഔ അൻ മുഹമ്മദിൻ, അല്ലെങ്കിൽ എന്താണ്, ബുഖാരി ഇമാം റിവായത്തിൽ വന്ന ഒന്ന് ഏതാണ്, ഔ അൻ മുഹമ്മദിൻ ഒയ്രി മൻസൂബിൻ, ഇതുപോലെ നിസ്ബ ചെയ്യാതെ അൻ മുഹമ്മദിൻ അൻ അഹ്ലിൽ ഇറാഖ്, അഹ്ലുൽ ഇറാഖിനെ തൊട്ട് മുഹമ്മദ് എന്നവരെ തൊട്ട് ഇമാം ബുഖാരി, അങ്ങനത്തെ റിവായത്ത്. ഫഇന്നഹു, അപ്പോൾ ഇവിടെ ആ മുഹമ്മദ് എന്നവർ ഇമ്മ മുഹമ്മദ് ബിൻ സലാം, ഒന്നെങ്കിൽ മുഹമ്മദ് ബിൻ സലാം എന്നവരാണ്, ഔ മുഹമ്മദ് ബിൻ യഹ്യ ദുഹലി, അല്ലെങ്കിൽ മുഹമ്മദ് ബിൻ യഹ്യ ദുഹലി എന്നവരാണ്. അപ്പോൾ ഇവിടെ രണ്ടുപേരുടെയും പേര് ഒരേ പേരായി. അപ്പോൾ അങ്ങനത്തെ രണ്ടാളുകളെ തൊട്ട് റാവി റിവായത്ത് ചെയ്യും. ഇങ്ങനെ റിവായത്ത് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ആ രണ്ടുപേരും സിഖത്തായ ആളുകളാണെങ്കിൽ പിന്നെ എന്തില്ല, പ്രശ്നമില്ല. സിഖത്തല്ലെങ്കിൽ അതിനുശേഷം പറയും വഖദിസ്തവഅബ്തു ദാലിക ഫി മുഖദ്ദമത്തി ഷെയ്ഖുൽ ബുഖാരി, ഷറഹിൽ ബുഖാരി, ബുഖാരിയുടെ ഷറഹിന്റെ മുഖദ്ദമയിൽ, അതായത് ഫതുൽ ബാരിന്റെ മുഖദ്ദമയിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് താമാക്കി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വിഷയം. വമൻ അറാദി ദാലിക ലാബിത്തൻ കുല്ലിയ, വമൻ ആരെങ്കിലും അറാദ ഉദ്ദേശിച്ചു ദാലിക, ഇങ്ങനെ ഈ രണ്ട് ഇസ്മിന്റെ ഇടയിൽ തമ്മീസാക്കുന്നതിനിക്ക് എന്തിനെ ഉദ്ദേശിച്ചു, ലാബിത്തൻ കുല്ലിയൻ, കുല്ലിയായ ഒരു കാനൂനിനെ ഉദ്ദേശിച്ചാൽ. എങ്ങനത്തെ കുല്ലിയായ കാനൂന്? യംതാസു ബിഹി, ആ കുല്ലിയായ കാനൂന് കൊണ്ട് വേർതിരിയും അഹദുഹുമ അലൽ ആഖരി,
മറ്റേ ആളെ തൊട്ട് ഈ രണ്ടിലൊരാൾ എന്ത് ചെയ്യും, വേർതിരിയുന്നതായ ഒരു കുല്ലിയായ ലാബിത്തിനെ ആരെങ്കിലും ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇവിടെ പിന്നെന്താ ചെയ്യുക, ഫബിഖ്തിസാസിഹി. അപ്പോൾ അങ്ങനെ ഉദ്ദേശിക്കുന്നവന് അവൻ എന്താണ്, ഈ രണ്ടിലൊരാളുടെ ഇഖ്തിസാസ് അറിയണം. അതാ ഫബിഖ്തിസാസിഹി ഐ ഫഅലൈഹി ബിമഅരിഫത്തി ഇഖ്തിസാസിഹി. ആ രണ്ടിലൊരാളുടെ പ്രത്യേക ഇഖ്തിസാസ് കൊണ്ട് അറിയുക. ഫബിഖ്തിസാസിഹി ഐ റാവി, ആ റാവി പ്രത്യേകമാകുക. എന്തുകൊണ്ട്? ബിഅഹദിഹിമ, ഈ രണ്ട് ആളുകളിൽ നിന്ന്, ഒരേ പേരുള്ള രണ്ടാളുകളുണ്ട്, ആ രണ്ടിലാരെങ്കിലും ഒരാളെ കൊണ്ട് ഈ റാവിക്ക് എന്തുണ്ടാവുക, ഇഖ്തിസാസ് ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനത്തെ ആ ഇഖ്തിസാസ് കൊണ്ട്, അതാ ഫബിഖ്തിസാസിഹി ബിഅഹദിഹിമ, ആ റാവി ഇവർ രണ്ടിലൊരാളെ കൊണ്ട് പ്രത്യേകമാകുന്നത് കൊണ്ട് യതബയ്യനുൽ മുഹ്മലു, അവിടെ എന്ത് ചെയ്യും, ആ മുഹ്മല് അവിടെ വ്യക്തമാകും. അവ്യക്തമായ ആ പേര്, ആ വ്യക്തി ആരാണെന്ന് എന്ത് ചെയ്യും, അപ്പോൾ മനസ്സിലാവും. അതായത് ഈ റാവിയുമായിട്ട് കൂടുതൽ മുലാമസത്തും കാര്യങ്ങളും ഇവരിൽ രണ്ടിൽ ആർക്കാണുള്ളത് എന്ന് പരിശോധിക്കുക. അപ്പോൾ അങ്ങനത്തെ വല്ല ഇഖ്തിസാസും ഉണ്ടെങ്കിൽ ആ ഇഖ്തിസാസ് കൊണ്ട് എന്ത് ചെയ്യും, അപ്പോൾ അവിടെ വ്യക്തമാവും എന്നാ പറഞ്ഞ. അവിടെ ഫബിഖ്തിസാസിഹി എന്നുള്ളടത്ത് ഇവിടെ ഈ റാവി എന്നാണ് ഇവിടെ ഷാരിഹൻ ചെയ്തിട്ട് കൊടുത്തത്. ഈ നുസ്ഖയിൽ അങ്ങനെയാണ് കാണുന്നത്. എന്നാൽ മറ്റ് ചില നുസ്ഖകളിൽ ഇമാമൊക്കെ എന്താണ് അവിടെ റാജിയാക്കി വെക്കുന്നത് മറ്റൊരു ഇതാണ്. അവിടെ ഫബിഖ്തിസാസിഹി എന്നുള്ളടത്ത് അയിൽ മർവി അൻഹു എന്നാണ് ഒരു നുസ്ഖ. മർവി അൻഹു എന്ന് പറഞ്ഞാൽ ആ ഷെയ്ഖുല്ലദി വഖഅത്ത് റിവായത്തുൽ മുഹ്മലി അൻഹു ഫി ഹാദ സനദി, ഈ സനദിൽ ആ മുഹ്മലായ റിവായത്ത് സംഭവിച്ചതായ ഷെയ്ഖ്. അപ്പോൾ ആ ഷെയ്ഖ് എന്ത് ചെയ്തു, ഇവരിൽ രണ്ടില് ആരെങ്കിലും ഒരാളെ കൊണ്ട്, രണ്ടിലൊരാൾ എന്ന് പറഞ്ഞാൽ ബി അഹദി മുത്തഫഖിൽ ഇസ്മി, ഇസ്മു ഒന്നായ രണ്ടിലൊരാളെ കൊണ്ട് എന്ത് ചെയ്തു, അദ്ദേഹത്തിന് ഇഖ്തിസാസ് ഉണ്ടായി. ആ ഇഖ്തിസാസ് എന്ന് പറഞ്ഞാൽ ബി അൻ ഉരിഫ അന്നഹു ഷെയ്ഖുൽ ലിഅഹദിഹിമ ദൂനൽ ആഖരി, എന്താണ്, രണ്ടിലൊരാളുടെ ഷെയ്ഖാണ് എന്നറിയപ്പെട്ടു. അങ്ങനെ അതാണ് ഇഖ്തിസാസ് ഒരു രൂപം പറഞ്ഞേക്കുന്നത്. ബി അൻ ഉരിഫ അന്നഹു ഷെയ്ഖുൽ ലിഅഹദിഹിമ ദൂനൽ ആഖരി, മറ്റേ ആളുടെ ഷെയ്ഖ്, ആ ഒരേ പേരുള്ള രണ്ടിലൊരാളുടെ ഷെയ്ഖല്ല ഒരാളുടെ ഷെയ്ഖാണ് എന്നറിയപ്പെട്ടാൽ ഇപ്പോൾ അത് ഇഖ്തിസാസ് ആണല്ലോ. അപ്പോൾ ആ ഇഖ്തിസാസ് കൊണ്ട് യതബയ്യനുൽ മുഹ്മലു, ഈ മുഹമ്മൽ എന്ത് ചെയ്യും, അവിടെ വ്യക്തമാകും. മുഹമ്മലും മുബ്ഹമും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, മുഹമ്മൽ എന്ന് പറഞ്ഞാൽ തിരിച്ചറിയാതെ ഇസ്മു പറയപ്പെടുന്നവർക്കാണ് മുഹമ്മൽ എന്ന് പറയാം. മുബ്ഹം എന്ന് പറഞ്ഞാൽ ഇസ്മ തന്നെ പറയാതെ ഫുലാനും അല്ലെങ്കിൽ റജുലുൻ എന്നൊക്കെ പറയുമ്പോഴാണ് മുബ്ഹം എന്ന് പറയാം. ആ മുബ്ഹമും മുഹമ്മലും തമ്മിലുള്ള വ്യത്യാസം. മുഹമ്മൽ എന്ന് പറഞ്ഞാൽ ഇസ്മ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ആയിട്ടുള്ള ഇസ്മ, അതേപോലത്തെ മറ്റൊരു ഇസ്മ പങ്ക് ഉള്ള ആള്, അങ്ങനെ വരുമ്പോഴാണ് മുഹമ്മൽ എന്ന് പറയാം. മുബ്ഹം എന്ന് പറഞ്ഞാൽ പേര് തന്നെ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഇഖ്തിസാസ് ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും, ആ ഇഖ്തിസാസ് കൊണ്ട് ആ മുഹമ്മലിനെ അവിടെ വ്യക്തമാകും. മത്താലം യതബയ്യന ദാലിക, അങ്ങനെ എന്ത് ചെയ്ത് ഈ ഇഖ്തിസാസ് കൊണ്ട് അങ്ങനെ വ്യക്തമാകുന്നില്ല. മത്താലം യതബയ്യന, അങ്ങനെ വ്യക്തമായിട്ടില്ല എങ്കിൽ ദാലിക, അത് അങ്ങനെ ഈ ഇഖ്തിസാസ് ഒന്നും ഉണ്ടായിട്ടില്ല എന്ന്, അങ്ങനെ അതുകൊണ്ട് വ്യക്തമായിട്ടില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഔകാന മുഖ്തസം ബിഹിമ മഹാൻ, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരെ കൊണ്ടും പ്രത്യേകമാക്കപ്പെട്ട ആളായി. ഈ ഷെയ്ഖ് എന്താണ്
ഈ പേര് ഇത്തിഫാക്കായ രണ്ടുപേരെ കൊണ്ടും എന്ത് ചെയ്ത് പിന്നെ ഷാമിലാക്കുന്ന വസ്ഫാണ് ഇവർക്ക് പിന്നെ ഷെയ്ഖിനുള്ളതെങ്കിൽ അപ്പോൾ ഇഷ്കാലുഹു ശരീദുൻ, അപ്പം പിന്നെ അവിടെ ഇഷ്കാല് ശരീദാണ്. അപ്പം ഇതിൽ പിന്നെ ഏതാളാണ് ഈ രണ്ട് പേരിൽ ഏതാളെ തൊട്ടാണ് റിവായത്ത് ചെയ്തത് എന്നുള്ളത് അപ്പോൾ അവിടെ ഇഷ്കാൽ ഒന്നും കൂടെ ശക്തമാകും. അപ്പം പിന്നെ മനസ്സിലാക്കാൻ ഇപ്പോൾ യുർജഉ ഫീഹി, അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൽ പിന്നെ മടക്കണം. യുർജഉ ഇലൽ ഖറാഇനി, ഖരീനത്തുകളിലേക്കൊക്കെ നോക്കണം. വന്നിൽ ഗാലിബി, ഗാലിബായ വന്നിലേക്കും ഒക്കെ നോക്കിയിട്ട് അത് ഏത് ഷെയ്ഖാണ് ഏത് ആളെ തൊട്ടാണ് അവിടെ റിവായത്ത് ചെയ്തതെന്നൊക്കെ അപ്പം പിന്നെ ആ കരീനത്തൊക്കെ നോക്കിയിട്ടേ മനസ്സിലാക്കാനുള്ള പിന്നെ വഴിയുള്ളൂ. അല്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യും, പിന്നെ ഇപ്പോൾ ഒരു അഹ്മദ് റവൽ ബുഖാരി അൻ അഹ്മദ അൻ ഇബ്നു വഹബിൻ എന്ന് പറഞ്ഞാൽ ആ പിന്നെ അഹ്മദ് ബിൻ സാലിഹ് ആണോ അല്ലെങ്കിൽ അഹ്മദ് ബിൻ ഈസയാണോ എന്ന് എന്ത് ചെയ്യാൻ പറ്റൂല, ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റൂല. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ഈ ആ റാവിയുമായിട്ട് ആ ഷെയ്ഖുമായിട്ട് എന്തെങ്കിലും ഇഖ്തിസാസുകൾ ഉണ്ടെങ്കിൽ ആ ഇഖ്തിസാസ് കൊണ്ട് എന്ത് ചെയ്യാം, പിന്നെ രണ്ടിലൊരാളെ പിന്നെ തിരിച്ചറിയാം. അല്ലെങ്കിൽ രക്ഷയില്ല, അല്ലെങ്കിൽ പിന്നെ കരീനത്തുകളൊക്കെ നോക്കണം എന്നാണ് പറയുന്നത്. ഇനി വഇൻ റവാ അൻ ഷെയ്ഖിൻ ഹദീസൻ, അവിടെ ആയിക്കോട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്.